ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇന്ന് VLCCയുടെ ഗോൾഡ് ബ്ലീച്ച് പരിചയപ്പെടാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾക്ക് ബ്ലീച്ച് വരുന്നത്. ഇങ്ങനെ ഒരു ബോക്സിൽ ഇതിന് 82 രൂപയാണ്. അതിൽ നമുക്ക് അതുപോലെ ഒരു കുഞ്ഞു സ്പാച്ചുല, പ്രീ ബ്ലീച്ച് ക്രീം, പിന്നെ ഈ ഒരു ചിപ്പ് കണ്ടോ, അതിൽ ഗോൾഡ് ബ്ലീച്ച് ക്രീമാണുള്ളത്. ഇത് ആക്ടിവേറ്റർ, ഇത് വരുന്നത് പോസ്റ്റ് ബ്ലീച്ച്. ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത ഫേസിൽ, നല്ലതുപോലെ വെള്ളമൊക്കെ ഒപ്പിയിട്ടുള്ള ഫേസിൽ ആദ്യം നമ്മൾ പ്രീ ബ്ലീച്ച് ക്രീം അപ്ലൈ ചെയ്യും. പ്രീ ബ്ലീച്ച് ക്രീം ഫേസിൽ കംപ്ലീറ്റ് ഒന്ന്, ഇപ്പോൾ ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിൽ അറിയാം, ജനറൽ സ്റ്റോക്ക് കൊടുത്ത് നമുക്ക് എല്ലായിടത്തും എത്തിക്കുകയാണ് ചെയ്യുക. ഒരു ജെൻറ്റൽ മസാജൊക്കെ കൊടുത്ത് ജനറൽ സ്റ്റോക്ക് കൊടുത്ത് നിർത്തും. പിന്നെ നമ്മൾ വൈപ്പ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, മീൻസ് തുടച്ച് കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഈ ബ്ലീച്ച് ക്രീമും ആക്ടിവേറ്ററും മിക്സ് ചെയ്തിട്ടിടാം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സ് ചെയ്യുന്ന പാത്രം എന്ന് പറയുന്നത് ഒരിക്കലും മെറ്റലിൻ്റേതായ പാത്രത്തിലൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. കെമിക്കൽ റിയാക്ഷൻ നടക്കും, നമ്മൾക്കത് ബുദ്ധിമുട്ട് വരും, നമ്മുടെ സ്കിന്നാണ് കേടാവുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നിന്നിപ്പോൾ 1 ടീസ്പൂണാണ് നമ്മൾ ക്രീം എടുക്കണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണാണ് ആക്ടിവേറ്റർ വേണ്ടത്. അതായത് അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1:1/4. 1 ടീസ്പൂൺ ക്രീമിന് 1/4 ടീസ്പൂൺ ആക്ടിവേറ്ററാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ബ്ലീച്ച് ആക്ടിവേറ്റർ മിക്സ് ചെയ്യുന്ന ബ്ലീച്ച് ഇടുന്നത് എന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു അലർജി ടെസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നറിയാൻ. അതായത് ഇപ്പോൾ ചെവിയുടെ പുറകിലായിട്ട് ആ സ്കിന്നിൽ ഈ പറഞ്ഞ പോലെ രണ്ടും കുറച്ചെടുക്കുക, ഈ ബ്ലീച്ച് ക്രീം കുറച്ചെടുക്കുക, ഒരു നുള്ളി ആക്ടിവേറ്റർ എടുത്തിട്ട് രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ചെവിയുടെ പുറകിലുള്ള സ്കിന്നിൽ ഇട്ട് നോക്കുക, ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട്. അവിടെ എന്തെങ്കിലും അലർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യരുത്, പ്രോസസ്സിലോട്ട് കടക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രോസസ്സിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിലേക്ക് പോകാം. നമുക്ക് വല്ലാണ്ട് ചൊറിച്ചിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റിമൂവ് ചെയ്തിട്ട് നല്ലതുപോലെ ഐസ് വെച്ച് അവിടെ നല്ലപോലെ തണുപ്പിക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ക്രീമും ആക്ടിവേറ്ററും മിക്സ് ചെയ്യുന്നതാണ് പറഞ്ഞത്. 1 ടീസ്പൂൺ ക്രീമിന് 1/4 ടീസ്പൂൺ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ട് ആക്ടിവേറ്ററിൽ ഒരു ഡ്രോപ്പ് ഐസ് വാട്ടർ ആക്കി കഴിഞ്ഞാൽ ആക്ടിവേറ്റർ നല്ലപോലെ മെൽറ്റാവും. എന്നിട്ട് രണ്ടും കൂടി യോജിപ്പിക്കുക. അത് വിരലുകൊണ്ട് തന്നെ യോജിപ്പിച്ചോളൂ. എന്നിട്ട് ഫേസിൽ താടിയുടെ അവിടുന്ന് മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ പുരികത്തിലാവരുത്, കണ്ണിൻ്റെ ചുറ്റും പോർഷൻ അവോയ്ഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിലേ പുരികത്തിൻ്റെയൊക്കെ കളറ് മാറും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നല്ല ഫെയർ കോംപ്ലക്ഷനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റും, കുറച്ച് ഡിമ്മായിട്ടുള്ള കുട്ടികൾ, ഡാർക്ക് സ്കിൻ കോംപ്ലക്ഷനുള്ള കുട്ടികൾക്ക് 10 മിനിറ്റ് മതിയാവും കേട്ടോ ക്രീം ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുടി വല്ലാണ്ട്, മുഖത്ത് നല്ലപോലെ മുടിയുള്ള കുട്ടികളാച്ചാലേ വല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഗോൾഡൻ ഷെയ്ഡായി കഴിഞ്ഞാൽ അതൊരു അഭംഗിയായിട്ടാണ് തോന്നാറ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടികൾക്കും ഇപ്പോൾ ഡാർക്ക് സ്കിൻ കോംപ്ലക്ഷനുള്ളവരുടെ ടൈം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ മീഡിയം കോംപ്ലക്ഷനുള്ളവർക്ക് ഒരു 12-13 മിനിറ്റ് ഒക്കെ ഇടും കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പാച്ചില ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് പതുക്കെ ക്രീം നമുക്ക് അപ്വേർഡ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ അതിന് മുൻപ് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ പഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർക്ക്. അപ്പോൾ ആ പഞ്ഞി എടുത്തിട്ട് ഫേസൊക്കെ കംപ്ലീറ്റ് തുടയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് മുഖം നല്ലപോലെ തുടച്ചതിന് ശേഷം, നല്ലപോലെ കൂളാക്കിയതിന് ശേഷം ഈ പോസ്റ്റ് ബ്ലീച്ച് ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ബ്ലീച്ച് കണ്ടോ, ഇത് മുഴുവൻ വേണമെന്നില്ല. ഇപ്പോൾ ഒരു 3 ടൈം യൂസൊക്കെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ പുതിയ പാക്കാണ്, അതുകൊണ്ട് എത്ര ടൈം യൂസാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി എത്ര യൂസാണെന്ന് ഇതുമ്പോൾ പുറത്തും എഴുതി കാണാനില്ല കേട്ടോ പറയാത്തത്. നമ്മൾ പോസ്റ്റ് ബ്ലീച്ച് ക്രീം അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഏതെങ്കിലും പാക്ക് ഇടുക, മുൾത്താനിമിട്ടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാക്ക് ഇട്ടോളൂ കേട്ടോ. അങ്ങനെയാണ് VLCCയുടെ ഇൻസ്റ്റാഗ്ലോ ഗോൾഡ് ബ്ലീച്ചിനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.